ലോകത്തെ മുഴുവൻ വിരൽത്തുമ്പിൽ നിർത്തിയിരുന്ന ചൈനയുടെ ഏറ്റവും വലിയ അഹങ്കാരത്തിന് ഭാരതം അന്ത്യം കുറിക്കുകയാണ്. മിസൈലുകൾ മുതൽ സ്മാർട്ട് ഫോണുകൾ വരെ നിർമ്മിക്കാൻ ആവശ്യമായ അപൂർവ ധാതുക്കളുടെ അഥവാ റെയർ എർത്ത് മിനറൽസിന്റെ വിതരണത്തിൽ ചൈനയ്ക്കുള്ള കുത്തക എന്നേക്കുമായി തകർക്കാൻ 2026 മെയ് 26 ഇന്ത്യയും അമേരിക്കയും ചരിത്രപരമായിട്ടുള്ള ഒരു കരാറിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു. അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ വൻ ശക്തികൾക്കൊപ്പം ചേർന്ന് $200 കോടി വമ്പൻ പദ്ധതിയിലൂടെ ഭീഷണിയുടെ ഭാഷ സംസാരിക്കുന്ന ബീജിംഗിന് കനത്ത തിരിച്ചടി നൽകാൻ ഭാരതം തയ്യാറെടുക്കുകയാണ്. ആ കുത്തകയെ ഞങ്ങൾ തീർക്കും എന്ന ഇന്ത്യയുടെ പ്രഖ്യാപനമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ കരാറിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും വ്യക്തമാക്കി കഴിഞ്ഞു. ലോകത്തെ 94% റെയർ എർത്ത് മിനറൽസ് കയറ്റുമതിയും ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ചൈനയാണ്. ഏത് രാജ്യവുമായും തർക്കമുണ്ടാകുമ്പോൾ ഈ ധാതുക്കളുടെ വിതരണം നിർത്തിവെച്ച് അവരെ പ്രതിസന്ധിയിലാക്കുക എന്നതാണ് ചൈനയുടെ തന്ത്രം. ആധുനിക യുദ്ധങ്ങൾക്കുള്ള പ്രതിരോധ മിസൈലുകളും സെമി കണ്ടക്ടർ ചിപ്പുകളും നിർമ്മിക്കാനുള്ള ഈ ഗ്ലോബൽ കിൽ സ്വിച്ച് ചൈനയുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങാൻ ശേഷിയുള്ള ഏക രാജ്യം ഇന്ന് ഭാരതമാണ്. ഇതിനായി കേവലം പ്രതിരോധ നയങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അർജന്റീനയിൽ 5 ലിഥിയം ബ്ലോക്കുകൾ സ്വന്തമാക്കി ഇന്ത്യ തങ്ങളുടെ ആക്രമണോത്സുകമായിട്ടുള്ള നയം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിക്കഴിഞ്ഞു. ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവരടങ്ങുന്ന ക്വാഡ് സഖ്യം വെറുമൊരു നാവിക സുരക്ഷാ കൂട്ടായ്മയല്ല, മറിച്ച് ചൈനയുടെ സാമ്പത്തിക കുത്തക തകർക്കാനുള്ള ഒരു സാമ്പത്തിക വജ്രായുധമായി മാറിയിരിക്കുകയാണ്. 70 ലക്ഷം ടൺ റെയർ എർത്ത് ശേഖരമുള്ള ലോകത്തിലെ 5ാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ. എന്നാൽ ഇത് സംസ്കരിച്ചെടുക്കാനുള്ള സാങ്കേതിക വിദ്യയുടെ കുറവാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഈ പുതിയ അമേരിക്കൻ കരാറിലൂടെ വമ്പൻ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിലേക്ക് എത്തും. ഇതോടെ ബീജിംഗിനെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും വലിയ റെയർ എർത്ത് പ്രോസസിംഗ് ഹബ്ബായി ഭാരതം മാറും. ഇന്ത്യയും അമേരിക്കയും ചേർന്ന് സമാന്തരമായ ഒരു വിതരണ ശൃംഖല നിർമ്മിക്കുമ്പോൾ ചൈന തീർച്ചയായും പ്രകോപിതരാകും. ഇന്ത്യയുടെ പ്രോസസിംഗ് ശേഷി പൂർണ്ണമാകുന്നതിന് മുൻപ് തന്നെ ഗാലിയം, ജർമേനിയം തുടങ്ങിയവയുടെ കയറ്റുമതി നിരോധിച്ച് അവർ തിരിച്ചടിച്ചേക്കാനൊക്കെ ശ്രമിച്ചേക്കാം. എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ചൈനയുടെ ഈ കുത്തക തകരുന്നതോടെ ആഗോള ഇലക്ട്രിക് വാഹനങ്ങളുടെയും സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലകളിൽ ഭാരതം ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി മാറും. സാമ്പത്തിക ലോകത്തിന്റെ അച്ചുതണ്ട് ചൈനയിൽ നിന്നും പൂർണ്ണമായും ഭാരതത്തിലേക്ക് മാറുന്ന ചരിത്രപരമായ നിമിഷങ്ങൾക്കാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.